നമ്മുടേതായ പ്രൈവസി ഉണ്ട്, ഇൻഡിപെൻഡൻസി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, അതിനുള്ള പൈസയുണ്ട്, നമ്മൾ കറങ്ങി നടക്കുന്നു. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ഓൾസോ നമ്മുടെ ഫാമിലി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ള കോണ്ടന്റ് കേൾക്കുമ്പം നിങ്ങൾ ആലോചിക്കും ഇതെന്താണ് സംഭവം. കാരണം അധികം വ്ളോഗേഴ്സൊന്നും അല്ലെങ്കിൽ അധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും ഇത് സംസാരിച്ചിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഞാനാണ് ഫസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ പകുതി മുക്കാൽ ആൾക്കാരും കരുതി ഇതിപ്പോൾ എവിടുന്ന് വന്നതാ, ഇതെന്താണ് വിഷയം എന്നൊക്കെ കരുതുന്ന ആൾക്കാരോട് എന്താ വിഷയം എന്നൊക്കെ പറയാം. അതിന് മുമ്പ് ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ സംസാരിക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൊഞ്ഞൽ പോലെയോ അല്ലെങ്കിൽ ഒരു കുക്ക് പോലെയോ അല്ലെങ്കിൽ ഈ ഭാഗത്തൊരു പിടുത്തം പോലെയോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും സംസാരിക്കുന്ന എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ ഭാഗത്ത് ടീത്തിന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഞാൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഇഞ്ചക്ഷൻ്റെ തരിപ്പ് പോലും മര്യാദയ്ക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിടുത്തം ഫീൽ ചെയ്യാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ മക്കളായിട്ടുള്ള അഹാന, ദിയ, ഇഷാനി, ഹൻസിക ഇവരുടെ 4 പേരുടെയും യൂട്യൂബ് ചാനൽ ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്. ഈ റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസോ ഒന്നും അല്ലാണ്ട് വ്ളോഗുകൾ കാണുന്ന സമയത്ത് ഞാൻ കാണുന്ന വ്ളോഗേഴ്സ് ലിസ്റ്റിലുള്ള ഒരാൾ ഇവരൊക്കെ തന്നെയാണ്. അങ്ങനെ ഇന്നലെ ദിയയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ന്യൂ ഇയർ സെലിബ്രേഷനാണ് അറ്റ് ദുബായ് വിത്ത് ഹസ്ബൻഡും കുട്ടിയുമായിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു നടുക്ക് ഭാഗത്തുന്ന സമയത്ത് ഏകദേശം ഒരു 2-2.5 മിനിറ്റ് ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിയയുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻറ്റിനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അത് കേട്ട സമയത്ത് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടെ കമൻറ്റ് അടിക്കാനും നിങ്ങളാരും മറക്കണ്ട. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ആദ്യം 1 by 1 ആയിട്ട് എന്താണ് ദിയ സംസാരിച്ചെന്നുള്ളത് നോക്കാം. പിന്നെ ഞാൻ എൻ്റെ തൊട്ടുമുറത്തൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിനകത്തൂടെ പറയാം. വേറൊന്നല്ല, എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഞാനൊരു റാൻഡം ആളുടെ കമൻറ്റ് കണ്ടായിരുന്നു. അതായത് ഈ ചിലവർക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു സാധനം കണ്ടാലും അത് നല്ലവർക്ക് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. എന്നാൽ ഒന്നും മിണ്ടാതെ പോകാനും പറ്റില്ല. അതൊരു തരം ക്രിമികടിയാണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എന്തെങ്കിലും പറയണം, പക്ഷെ നല്ലത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ചൊറി പറഞ്ഞിട്ട് പോവാം. അതുകൊണ്ട് ദിയ കൃഷ്ണ ആയതുകൊണ്ട് തന്നെ ഏതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിലൊരു ഫണ്ണി എലമെന്റ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇവിടെ തൻ്റെ വീഡിയോൻ്റെ താഴെ നെഗറ്റീവ് കമൻ്റ് ഇട്ട വ്യക്തിനെ ക്രിമി എന്ന് വിളിച്ചുകൊണ്ടാണ് ആളിവിടെ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. കാരണം സത്യമാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോയുടെ കേസല്ല പറയുന്നത്. അവിടെ പല തരത്തിലുള്ള ഒപ്പീനിയൻ ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, പല ഒപ്പീനിയൻസ് ഉണ്ടാവും. പക്ഷേ ഈ വ്ളോഗ് വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൽ പോസിറ്റീവ് കമൻറ്റ് അഭിപ്രായം പറയുന്നവരുണ്ട്, നെഗറ്റീവ് കമൻറ്റ് അഭിപ്രായം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും വിശ്വസിക്കാത്ത അല്ലെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള കമൻ്റ് ഇടുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ തൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് പോസിറ്റീവ് ഇടാൻ പറ്റില്ല എന്നാൽ ഓക്കെ, പോസിറ്റീവ് ഇടാണ്ട് ആ വഴിക്ക് പോയിക്കോ. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞാൽ മാത്രം സന്തോഷം കിട്ടുന്ന ഒരു ചേട്ടൻ്റെ കമൻറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ ദിയ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കമൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. പറഞ്ഞിട്ട് പോകുന്നൊരു സംഭവമായിരുന്നു, നിങ്ങൾക്ക് 3 പേരും കൂടെ എന്തിനായി പോകുന്നത്, ഫാമിലിയുടെ കൂടെ പോയിക്കൂടെ, അശ്വിനും ഉണ്ടല്ലോ ഫാമിലി, ദിയയ്ക്കും ഉണ്ടല്ലോ, ഉണ്ട് നമ്മുടെ എല്ലാവരും. അപ്പം ഇതാണ് കമൻറ്റ്. നിങ്ങൾ 3 പേരും കൂടെ എന്തിനാണ് കറങ്ങാൻ പോകുന്നത് എന്ന് വെച്ചാൽ ദിയയുടെ ഹസ്ബൻഡ്, ദിയയുടെ കുട്ടി, അശ്വിൻ്റെ ഫാമിലീനെയും അല്ലെങ്കിൽ ദിയയുടെ ഫാമിലീനെയും കൂട്ടിയിട്ട് കറങ്ങാൻ പോയാൽ പോരെ എന്നാണ് ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്ത് പല മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഇപ്പം നമ്മുടെ ഫാമിലി തന്നെ പല ടൈപ്പ് ഓഫ് ഫാമിലി ഉണ്ട്. ജോയിൻറ്റ് ഫാമിലി ഉണ്ട്, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്. ജോയിൻറ്റ് ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ന്യൂക്ലിയർ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ജോയിൻ്റ് ആണോ ന്യൂക്ലിയർ ആണോ നല്ലത് എന്നുള്ളത് പറയാൻ ഇപ്പം കറൻ്റ്ലി എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം ഞാൻ ഈ ഫാമിലിയിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ അറിയില്ല. ഇപ്പം ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ജോയിൻ്റ് ആണോ ന്യൂക്ലിയർ ആണോ നല്ലത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പിന്നെ പണ്ട് കാലങ്ങളിലായിരുന്നു കൂടുതലും ജോയിൻറ്റ് ഫാമിലി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫാമിലീസ് എല്ലാം ഭയങ്കര ന്യൂക്ലിയർ ലെവൽ ഓഫ് ഫാമിലിയാണ് ഇപ്പോൾ കറൻ്റ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഇപ്പോൾ ദിയയ്ക്കും ദിയേൻ്റെതായ ഫാമിലി ഉണ്ട്, അശ്വിനും അശ്വിൻ്റെതായിട്ടുള്ള ഫാമിലി ഉണ്ട്. എന്നാൽ ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അശ്വിൻ എന്ന് പറയുന്ന വ്യക്തി അശ്വിൻ്റെ ഫാമിലിയിൽ പോകാണ്ട് ഫുൾ ടൈം ദിയേൻ്റെ ഫാമിലിയിൽ നിൽക്കുന്നതും ഒരു ചിക്കൻ കറി വിഷയത്തെക്കുറിച്ച് എടുത്തും ഞാൻ സംസാരിച്ചിരുന്നു. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ചും കൂടി സ്ട്രോങ് ആയി ബോൾഡായിട്ട് ആളുടെ ആ ഒരു ഓവർ കെയറിങ് ഒക്കെ കാരണം ഉണ്ടാകുന്ന ഒരു നേച്ചറിനെ ജനങ്ങൾ വളരെ നെഗറ്റീവായി കണ്ടുകൊണ്ട് നെഗറ്റീവായി സംസാരിക്കുന്നതിനാണ്. പക്ഷേ ഇവിടെ എനിക്ക് പേഴ്സണലി ഞാൻ കംപ്ലീറ്റ്ലി ദിയയുടെ സൈഡിലാണ് വരുന്നത്. ഇപ്പോൾ ദിയയ്ക്ക് ഫാമിലി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അശ്വിന് ഫാമിലി ഉണ്ടെങ്കിലും അതിലുപരി ഇവരൊരു ഫാമിലിയാണ്. ഇവർ ഹസ്ബൻഡ് വൈഫ് കുട്ടി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം അല്ലെങ്കിൽ ആ ഫാമിലി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സ്പേസ് അല്ലെങ്കിൽ അവിടെ ഒരു ലവ് കെയർ എഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ടൈമാണ്. ആൻഡ് ഇവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈ മലേഷ്യയിലും സിംഗപ്പൂരും ദുബായി അവിടെ ഇവിടെയും പോയി നടക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനൊരു കാര്യമുണ്ട്. ഇത് വല്ലപ്പോഴും ഒരു ഇൻ്റർനാഷണൽ, വല്ലപ്പോഴും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇവരായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മാസത്തിലൊരു 10 ദിവസം ഇൻ്റർനാഷണൽ ട്രിപ്പോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു 5 ദിവസം ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നതിന് ഇത്രമാത്രം എടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എടുത്തു പറയാൻ മാത്രമുണ്ടോ എന്നുള്ളത് ശരിക്കും കൺഫ്യൂസിങ്. ശരിക്കും എനിക്കും ഡൗട്ടായിരുന്നു. ഞാനും ആലോചിച്ചു ഇങ്ങനെ ഒരു കമൻറ്റിൻ്റെ ആവശ്യം അവിടെ എന്താണ്. കാരണം അവർ 95% അവർ നിൽക്കുന്നത് ദിയേൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ നിൽക്കുന്നു, ബിസിനസ്സിന് പോകുന്നു. വല്ലപ്പോഴും അശ്വിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പോകുന്നു. അശ്വിനാണെങ്കിലും ദിയേൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ അവർ വല്ലപ്പോഴും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ പോകുന്ന സമയത്ത് അവരുടെ ഫാമിലീനെ ഇൻക്ലൂഡ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നത് ടു ആൻ എക്സ്റ്റെൻറ്റ് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പേഴ്സണൽ ടൈമും പേഴ്സണൽ പ്രൈവസിയും വേണ്ടേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാത്ത ടൈം ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്, ഫാമിലീൻ്റെ കൂടെ കറങ്ങുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലീൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഒരെൻ്റെ എത്തിയപ്പോൾ അവർ അവരുടെ ഒരു സ്പേസ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറ്റായിട്ട് പേഴ്സണലി ഇവിടെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കറൻ്റ്ലി പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫാമിലി ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കപ്പിൾസിനിടയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവണം. അവിടെ നല്ലൊരു സ്നേഹവും നല്ലൊരു ഇഷ്ടവും നല്ലൊരു കെയറും ലൈക്ക് സമാധാനവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇവർ ഈ ജോയിൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് പല ഇമോഷൻസും അവർക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റണം എന്നുണ്ടാവില്ല. അവർക്ക് അവരുടെ ഒരു സ്പേസ് കിട്ടുമ്പോൾ അവർ കുറച്ചും കൂടെ അടുക്കും, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, കുറച്ചും കൂടെ ലവ് എക്സ്പ്രസ് ചെയ്യും, കുറച്ചും കൂടെ കെയർ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഫാമിലി, ഒരു കപ്പിൾസിന് അല്ലെങ്കിൽ ഒരു മാരീഡ് കപ്പിൾസ് വിത്ത് കുട്ടികൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഫാമിലി ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞാനും അശ്വനും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇപ്പോൾ ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നു എന്ന് കരുതി ബാക്കിയുള്ള ആൾക്കാരെ മേലോട്ട് നോക്കി ഇരിക്കുകയല്ല. ഇന്ന് സിന്ധു കൃഷ്ണയുടെ ചാനലിൽ ഓൾറെഡി അവരുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. അവർ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നേരെ എവിടെ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ട് അവർ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അശ്വിൻ്റെ ഫാമിലി വ്ളോഗിങ് ഇല്ലാത്തതുകൊണ്ട് അറിയാത്ത അവരും അവരുടേതായ രീതിയിലുള്ള സെലിബ്രേഷൻസും അവരുടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് എല്ലാവരും ഫ്രണ്ടോട്ട് പോകുന്നുണ്ട്. അപ്പം അവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് പിന്നെന്ത്? ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് അല്ല, വി ആർ നോ ലോങ്ങർ ബോയ്ഫ്രണ്ട് ആൻഡ് ഗേൾഫ്രണ്ട്. വി ഹാവ് എ ബേബി ആൻഡ് വി ഹാവ് എ ഫാമിലി. ദിസ് ഇസ് മൈ ഫാമിലി. വി ഹാവ് സ്റ്റാർട്ടഡ് എ ഫാമിലി. അപ്പോൾ ഈ ഫാമിലി നിങ്ങൾ പറയുമ്പോൾ നമ്മളൊരു ഫാമിലി ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി വേണമെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അത് ആരാണ്? അവർക്ക് അവരുടേതൊരു ടൈം വേണം, അവരുടേതൊരു സ്പേസ് വേണം, അവർക്ക് അവരുടേതായ രീതിയിലുള്ള പല ഇമോഷൻസും കാണിക്കണം എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റോങ് തിങ്. ഓഫ് കോഴ്സ് ചിലപ്പോൾ ഈ സംസാരിക്കുന്ന ആളുടെ വീടൊരു ജോയിൻറ്റ് ഫാമിലി ആയിരിക്കാം. പ്രൈവസി എന്നൊരു സംഭവം അവരുടെ ഫാമിലി ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ അതുപോലെ എല്ലാവരും ജീവിക്കണം എന്ന് ആഗ്രഹിക്കരുത്. നമുക്ക് നമ്മുടേതായ പ്രൈവസി ഉണ്ട്, ഇൻഡിപെൻഡൻസി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, അതിനുള്ള പൈസയുണ്ട്, നമ്മൾ കറങ്ങി നടക്കുന്നു. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പലർക്കും ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊരു അഹങ്കാരമായി പറയല്ലേ എന്നുള്ളൊരു തോന്നാതിരിക്കില്ല. കാരണം ഞാൻ എൻ്റെ പൈസയ്ക്ക് ഇറങ്ങി നടക്കുന്നതിന് ആർക്കാ എന്നൊരു രീതിയിലാണ് ദിയ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിയാകൃഷ്ണ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ദിയാകൃഷ്ണ ഇപ്പോൾ ദുബായിൽ പോകുന്നുണ്ടെങ്കിൽ ആളുടെ പൈസയ്ക്കാണ് പോകുന്നത്. ആൾക്കത് പോകാനുള്ളൊരു സ്പേസും ഉണ്ട്, അതിനുള്ളൊരു ഫ്രീഡും ഉണ്ട്, അതിനുള്ളൊരു ഇൻഡിപെൻഡൻസിയും ഉണ്ടെങ്കിൽ ലെറ്റ് ഹർ ഗോ. അതിൻ്റെ പേരിൽ ആരും പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറയുന്നില്ല. ആരും അതിൽ റിഗ്രറ്റ് അടിച്ചിരിക്കുന്നില്ല. എല്ലാ ഫാമിലീസും ഹാപ്പിയാണ്. വാട്ട് ഈസ് ദെയർ പ്രോബ്ലം? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഹാപ്പിനെസ് ആണ് ഇത് പ്രയർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വേറെ എന്തിനേക്കാളും നമ്മളെ ഹാപ്പിനെസ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദിയാകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അവരുടെ ഹസ്ബൻഡിൻ്റെയും കുട്ടിയുടെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ, അല്ലെങ്കിൽ
അവർക്ക് അങ്ങനെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ലെറ്റ് ഹെർ ഡു. അതിനൊരിക്കലും ഈ രീതിയിൽ കാണാനോ ഈ രീതിയിൽ സംസാരിക്കാനോ നിൽക്കരുത്. കാരണം പല ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെ വരുന്ന പല തരത്തിലുള്ള നെഗറ്റീവ് കമൻസും കാണുന്ന സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ ഷോക്ക് അടിച്ച് പോയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ആംഗിൾ ഈ തരത്തിൽ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട്. അപ്പം ദിസ് ഇസ് അബ്സല്യൂട്ട്ലി എന്താ പറയുക, ഒരു വേസ്റ്റ് കമൻറ്റ് എന്നാണ് പറയാനുള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ ഫാമിലി, ഇപ്പോൾ അശ്വിൻ്റെ പേരൻസ് ആയാലും എൻ്റെ പേരൻസ് ആയാലും അശ്വിൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ അശ്വിൻ്റെ വീട്ടുകാർ കണ്ടിട്ടുണ്ട്, അവരെ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആരും പോയി ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് വീട്ടിൽ പോയി ഇരുന്നൂടെ എന്നാരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നമ്മൾ 4 പേരും ബേബി ആയിരുന്നപ്പോൾ ഫുൾ ടൈം കൊണ്ട് നടക്കുമായിരുന്നു എല്ലായിടത്തും. അന്ന് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയോ എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയോ ചെന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഒന്ന് കുത്തിയിരുന്നൂടെ എന്നാരും ചോദിച്ചിട്ടില്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ആരും കുത്തി ചോദിക്കാനും നിങ്ങളെ പോലത്തെ ആൾക്കാരും ഇല്ലായിരുന്നു. സോ യാ, they have had their time with their babies, which is us. Now please let us have our time with our baby. സത്യമാണ്. കാരണം ദിയ കൃഷ്ണയുടെ ഫാമിലീൻ്റെ ഞാനത് കൂടുതലും കണ്ടിട്ടുള്ളത് അഹാനേൻ്റെ വീഡിയോസാണ്. അഹാനേൻ്റെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, പണ്ട് ഈ സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും കൂടെ ഇവരുടെ ബേബീസിനെ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോയിട്ടുള്ള പല ക്ലിപ്പിങ്സുകളും ഫോട്ടോസുകളും വീഡിയോസൊക്കെ അഹാന പണ്ടത്തത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ആളുടെ റീൽസിലും അതിലും ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്ന, കുറച്ച് ക്രിയേറ്റീവായ രീതിയിൽ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ അച്ഛനും അമ്മയും ആയിരുന്ന സമയത്ത് ഇവരുടെ ബേബി സൈഡിൽ ഇപ്പോൾ ഈ ദിയാനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വളരുന്ന, അല്ലെങ്കിൽ ആ ലൈഫ് കൂടെ പോയിട്ടുള്ള ദിയയ്ക്കും ആഗ്രഹം ഉണ്ടാവും എൻ്റെ ബേബീനെ എന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു പേഴ്സണൽ ടൈം വേണമെന്ന് ആലോചിക്കുന്നത് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ദിയ പറയുന്ന ഒരു കമൻറ്റ് ഉണ്ട്, ഓക്കെ നമ്മളെയും കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വിടും. നമുക്ക് നമ്മുടേതായ ഒരു കുട്ടി ഫാമിലി ഉണ്ട്. വി ആർ ഹാവിങ് ഫൺ ഇൻ ആർ ഓൺ വേൾഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലെറ്റ് us ബി. ഓക്കെ, ആൻഡ് സി, അതാണ് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് എടുക്കുക. ഇഫ് യു കാൺട്ട് ഓപ്പൺ യുവർ മൗത്ത് ടു സേ എനിത്തിങ് കൈൻഡ്, ജസ്റ്റ് ഡോണ്ട് ഓപ്പൺ യുവർ മൗത്ത്. അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഏറ്റെടുക്കുക. അപ്പം നമുക്ക് ന്യൂ ഇയറിലോട്ട് സിമ്പിളായിട്ട് ദിയ പറഞ്ഞു, മര്യാദയ്ക്ക് വാ തുറന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ തൊള്ള കുട്ടിയോടെ ഇരുന്നു എന്നുള്ളത്. സിമ്പിൾ ആസ് യൂഷ്വൽ, അത്രയും ഞാൻ പറയാനുള്ളൂ. ഈ നെഗറ്റിവിറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട്. നിങ്ങളത് ഫോക്കസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ ഇട്ടു, അതിൽ എൻ്റെ ഫേസ് ഭയങ്കര ബോറായിരുന്നു. ദ റീസൺ ഇസ് എനിക്ക് ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കായിരുന്നു. ആൻഡ് ഐ ഹാവൻ ഡു എനി പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തിട്ടില്ല, ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നാണ് ഒന്ന് പോയിട്ട് എൻ്റെ സ്കിന്നും എൻ്റെ പിരുകൊക്കെ ഒന്ന് നോർമലാക്കി ഒന്ന് ഹെൽത്തി ആയിട്ട് ഞാൻ വരുന്നത്. ഐ എം സ്റ്റിൽ അണ്ടർ മെഡിക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഡേയും ഭയങ്കര ഹാപ്പിയായി ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ മേ ബി എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ചോദിക്കും പിന്നെ എന്തിനാണ് ഇഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത്. ഐ എം ഡൂയിങ് വീഡിയോ ഓൺലി ടു മേക്ക് മീ എൻഗേജ്ഡ്. എന്നെ എൻഗേജ്ഡ് ആക്കാനും എന്നെ ഹാപ്പി ആക്കാനും എന്നെ ഒന്ന് പോസിറ്റീവ് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില നേരങ്ങളിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മേ ബി ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് കമൻറ്റ് കൂടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻ ടു യുവർ ഫേസ്, വാട്ട് ഹാപ്പൻ ടു യുവർ പിരികം, ചുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചൊറിയൻ കമൻറ്റ് ഇടുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരെയും ഞാൻ കാണാനായിട്ടുണ്ട്. സോ സോഷ്യൽ മീഡിയയിൽ ഒരാൾക്കൊരു സ്പേസ് ഉണ്ട് എന്ന് കരുതി യു ഹാവ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. ഒരു വീഡിയോ കാണുമ്പോൾ അത് പോസിറ്റീവ് തന്നെ ആവണമെന്നില്ല, നെഗറ്റീവ് നമുക്ക് പറയാം. പക്ഷെ അത് പറയുന്ന സമയത്ത് കുറച്ച് മാനസിക പരിഗണന കൊടുക്കുക. ഒരിക്കലും ഇതിപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കമൻറ്റ് കൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. ദിയ കൃഷ്ണ അശ്വിൻ്റെ കുടുംബത്തെയും അല്ലെങ്കിൽ ദിയയുടെ കുടുംബത്തിനെയും ഒഴിവാക്കി ഫുൾ ടൈം ഭാര്യൻ്റെയും ഇതിൻ്റെയും കൂടെ ഭർത്താവിനെയും കുട്ടീനെയും കൊണ്ട് നടക്കുന്നു. ഇവർക്ക് ഇവളുടെ അച്ഛനോടും അമ്മേനോടും സ്നേഹമല്ല, സഹോദരിമാരോട് സ്നേഹമല്ല. അങ്ങനെയാണ് ദിയ കൃഷ്ണനെ പൊതുവെ എല്ലാവരും പറയുന്നത്, സഹോദരിമാരോട് സ്നേഹമല്ല, ഫ്രണ്ട്സിനോട് മാത്രമാണ് സ്നേഹം. ലാസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് പടി കിട്ടിയില്ല. അതുപോലെ തന്നെ പറയുന്നതാണ് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, ഫുൾ ടൈം ഓഫീസിലാണ് നിൽക്കുക, എന്നിട്ട് ഓഫീസിൽ നിന്ന് പണി കിട്ടിയില്ലേ. ഇങ്ങനത്തെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ പൊതുവേ പല വീഡിയോസിൻ്റെ താഴെയും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആളുടെ ലൈഫാണ്, ആളുടെ ഇഷ്ടങ്ങളാണ്, ആളുടെ ഹാപ്പിനെസ് ആണ്. ലെറ്റ് ഹർ ലീവ്. ഇത്രയേ ഉള്ളൂ. ഒരാളെ ജീവിക്കാൻ വിടുക അല്ലെങ്കിൽ ഒരാളെ അയാളുടെ ഇഷ്ടത്തിന് നിൽക്കാൻ സമ്മതിക്കുക എന്ന് പറയുന്നതിലും വലിയ ഭാഗ്യം വേറെ ഈ ലോകത്തൊന്നുമില്ല. സോ ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആളുടെ ഹസ്ബൻഡിൻ്റെയും കുട്ടീനെയും കൂടെ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലെറ്റ് ഹർ. That's it. Okay, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then it's bye bye.